Hi, welcome to Learn English. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മോഡൽ വെർബായ can എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. In today's video, let's learn how to use could. Before we begin, if you're new to my channel, please like, share, subscribe and hit that bell icon so you are notified every time I post my videos. So, let's start. നമുക്കെല്ലാവർക്കും അറിയാം ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. അതായത് ഒരു കാര്യം കഴിയും എന്ന് പറയാൻ ക്യാൻ യൂസ് ചെയ്യുന്നു, എന്നാൽ കഴിയുമായിരുന്നു എന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് കുഡ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കുഡിൻ്റെ ഒന്നാമത്തെ യൂസ് എബിലിറ്റിയെ കാണിക്കാനാണ്. പ്രസൻറ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് കുഡ് യൂസ് ചെയ്യുന്നത്, അതായത് സാധിക്കുമായിരുന്നോ എന്ന് കാണിക്കാൻ വേണ്ടി. സെക്കൻഡ് യൂസ് ഇസ് ടു ഷോ പോസിബിലിറ്റി. സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമതായി അപേക്ഷകൾ, അതായത് ഒരു റിക്വസ്റ്റിനെ സൂചിപ്പിക്കാൻ കൂടി നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോർത്ത് വൺ ഇസ് ടു ഗിവ് സജഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി. നൗ ലെറ്റ്സ് സീ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ഇപ്പോഴുള്ള കഴിവിനെക്കുറിച്ച് പറയുമ്പോൾ, അതായത് പ്രസൻറ്റ് എബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ക്യാൻ യൂസ് ചെയ്യുമെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. കഴിവുണ്ടായിരുന്നു, അതായത് പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഇതെനിക്കിപ്പോഴുള്ളൊരു കഴിവാണ്. ഇനി ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയും? ഐ കുഡ് സ്വിം വെൻ ഐ വാസ് യങ്. ഇപ്പോൾ എനിക്ക് നീന്താൻ അറിയുമോ? ഇല്ല. ചെറുതായിരിക്കുമ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ 5 കിലോമീറ്റർ എനിക്ക് ഓടാൻ സാധിക്കുമായിരുന്നു. ഐ കുഡ് റൺ 5 കിലോമീറ്റേഴ്സ് വെൻ ഐ വാസ് യങ്. ഇപ്പോൾ എനിക്ക് ഓടാൻ സാധിക്കുമോ? ഇല്ല, പ്രായമായി, ഇപ്പോൾ എനിക്ക് വയ്യ. സോ എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു കഴിവിനെ കാണിക്കാനാണ് ഇവിടെ കുഡ് യൂസ് ചെയ്തത്. Now let's see another use of could, which is possibilities. പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ കുഡ് യൂസ് ചെയ്യും. പിന്നെ കഴിഞ്ഞുപോയ കാര്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ആദ്യം പ്രസൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. സമയമായിട്ടും നിങ്ങളുടെ ബസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും അല്ലേ, ദ ബസ് കുഡ് ബി ലേറ്റ്. സോ ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണല്ലേ. ഇനി നമുക്ക് ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു കുഡ് ഫെയിൽ ദി എക്സാം. ഇവിടെ ഭാവിയിലുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. നന്നായി പഠിച്ചില്ലെങ്കിൽ എക്സാമിന് തോൽക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹിയർ വി ആർ യൂസിങ് കുഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് കഴിയുമായിരുന്നു, അതായത് പാസ്റ്റിൽ സംഭവിക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കാം. നീ എക്സാമിന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു. എക്സാമിന് പാസ്സായോ? ഇല്ല. പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകാമായിരുന്നു അല്ലേ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു കുഡ് ഹാവ് പാസ് ദി എക്സാം. പോസിബിലിറ്റി ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നൗ ലെറ്റ്സ് സീ ദ തേർഡ് യൂസ് ഓഫ് കുഡ്, വിച്ച് ഈസ് റിക്വസ്റ്റ്, ദാറ്റ് ഈസ് അപേക്ഷകൾ. കുഡ് യൂസ് ചെയ്ത് എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. Could I use your laptop? ഞാൻ നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോട്ടെ. അതൊരു റിക്വസ്റ്റ് ആണല്ലേ, അപേക്ഷയാണ്. ക്യാൻ യൂസ് ചെയ്തും റിക്വസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ക്യാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും മോർ പൊളൈറ്റാണ് കുഡ് യൂസ് ചെയ്യുമ്പോൾ. ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം, പക്ഷേ കുഡ് കുറച്ചും കൂടി ഫോമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഓഫീസ് പർപ്പസിന്, സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് മോർ ഫോമൽ. And it's good to use could instead of can. Now let's see another example. Could you please pass me the file? ഒന്ന് ഫയൽ പാസ് ചെയ്തു തരാമോ? ഇതുപോലുള്ള ഫോമൽ കോൺവെർസേഷന് കുഡ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്.
ഇനി നമുക്ക് കുഡിൻ്റെ ഫൈനൽ യൂസായ സജഷൻസിലോട്ട് പോകാം, അതായത് നിർദ്ദേശങ്ങൾ. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിന്നർ പ്ലാൻ ചെയ്യാന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു സജഷൻ കൊടുക്കാം, ഒരു നിർദ്ദേശം കൊടുക്കാം. We could try that new Italian restaurant. ആ പുതിയതായി വന്നിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊരു സജഷനാണ്, നിർദ്ദേശമാണ് അല്ലേ? ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. You could consult a doctor if you have fever. പനിയുണ്ടെങ്കിൽ നിനക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തൂടെ? അതൊരു സജഷനാണല്ലേ, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് സാധാരണയായി നമ്മൾ could യൂസ് ചെയ്യുന്നത്. Now let's take a quick recap of today's session. Past ability കാണിക്കാൻ could യൂസ് ചെയ്യുന്നു, അതായത് ഒരു കാര്യം പണ്ട് കഴിയുമായിരുന്നു എന്ന് കാണിക്കാൻ. Second one is to show possibility. ഇപ്പോഴുള്ള സാധ്യതകളെക്കുറിച്ചും കഴിഞ്ഞുപോയ സാധ്യതകളെക്കുറിച്ചും വരാനിരിക്കുന്ന സാധ്യതകളെക്കുറിച്ചും സംസാരിക്കാൻ could യൂസ് ചെയ്യാറുണ്ട്. Third one is to show request, അതായത് അപേക്ഷകൾ. could സാധാരണയായി ഫോർമൽ റിക്വസ്റ്റിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സജഷൻസ്, നിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടും നമ്മൾ could യൂസ് ചെയ്യുന്നുണ്ട്. All right, I hope this video is useful for you. If you like this video, please like, share, subscribe and press the bell icon. Thank you for watching.